മറ്റുള്ള ഗെയിമുകളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ തന്നെ ക്രിക്കറ്റിനെ അങ്ങനെ ഒരു കരിയറായിട്ട് തന്നെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല പ്ലേയേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുമ്പോൾ പറയും, അല്ല സർ, ഞാൻ ഇപ്പോൾ ക്രിക്കറ്റുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു ലീഗ് വരുമ്പോൾ ഒരു ഇൻകം കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, അവർക്കൊരു ഹയർ ലെവലിൽ കളിക്കാനായിട്ടുള്ളൊരു ഓപ്പണിംഗ് കൂടെ കിട്ടുകയാണ്. അവർക്കപ്പോൾ ഈ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര ബൂസ്റ്റാണ്. അതെ, മിന്നുമണി, സജന, ഇങ്ങനെ ഇവരെല്ലാവരും ഇന്ത്യൻ ടീമിലൊക്കെ വന്നത് തന്നെ ഇവരെല്ലാം നമ്മുടെ അക്കാഡമിയിലൂടെ വന്ന ആൾക്കാർ. അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ശ്രീശാന്തിനെയോ അല്ലെങ്കിൽ സഞ്ജുവിനെയോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ക്രിക്കറ്റിനെ അധികം ഫോളോ ചെയ്യാത്തവർക്ക് അറിയാൻ പറ്റിയിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സൽമാൻ നിസാറിനെ പോലെയോ മുഹമ്മദ് അസറുദ്ദീൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരുകളും കൂടെ നമുക്ക് ആൾക്കാർക്ക് ഫെമിലിയറായി. എപ്പോഴും ഈ ഇങ്ങനത്തെ ഇപ്പോൾ IPL പോലെ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ലീഗ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേഡിയത്തിൽ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് ആൾക്കാരിലോട്ട് ആ ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഗ്രൗണ്ടിൽ വന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്. മലയാളി ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്ന ആവേശത്തിൻ്റെ 3rd സീസൺ കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3 ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളായിട്ട് പങ്കുവയ്ക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് കുമാർ സർ നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം സർ. സർ, നമ്മൾ കണ്ടിരുന്നു സീസൺ 2 ഭയങ്കര ആവേശമായിരുന്നു, നല്ല രീതിക്ക് ആൾക്കാരിലേക്ക് എത്തി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അനലിറ്റിക്സ് എന്താണ്? നമ്മുടേത് ഈ സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും കൂടെ ഇപ്പോൾ സ്റ്റാർ സ്പോർട്സിലും ഏഷ്യാനെറ്റ് പ്ലസിലും അതുപോലെ ഏഷ്യാനെറ്റ് GCC കൺട്രീസിലും ഉണ്ടായിരുന്നു. കൂടാതെ OTT ഫാൻ കോഡിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ചാനൽസിലും ഈ OTT പ്ലാറ്റ്ഫോമിലും കൂടെ 40 മില്യൺ ഒരു യുണീക്ക് വ്യൂവർഷിപ്പാണ് ഉണ്ടായിരുന്നത്. ശരിക്കും ഒരു ഇന്ത്യയിലെ ഈ ലീഗുകളുടെ ഒരു സ്റ്റേറ്റ് ലീഗുകളുടെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് തമിഴ്നാട് ലീഗ് TNPL ആണ്. തമിഴ്നാട് ലീഗ്. തമിഴ്നാട് ലീഗിന് സ്റ്റാർ സ്പോർട്സിൽ ഉണ്ടായിരുന്നത് 23 മില്യൺ യുണീക്ക് വ്യൂവർഷിപ്പാണ് ഉണ്ടായിരുന്നത്. നമ്മുടേത് 27.6 ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് 10 ഇയർ ആയ ഒരു ലീഗിന് ഇന്ത്യയിലെ ഒരു ലീഡിങ് ലീഗിലുള്ളതിനേക്കാളും നമ്മളൊരു സെക്കൻഡ് ഇയർ കൊണ്ട് തന്നെ വ്യൂവർഷിപ്പിൻ്റെ കാര്യത്തിൽ മറികടക്കാൻ പറ്റിയെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ കർണാടകയുടെ ലീഗിൻ്റെ പേര് മഹാരാജാസ് ട്രോഫി എന്നാണ്, സ്റ്റേറ്റ് ലീഗ്. നമ്മൾ അവരെക്കാളും കൂടുതലായിരുന്നു. അവർക്ക് TNPL-നേക്കാളും വ്യൂവർഷിപ്പ് കുറവായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെയുള്ള മിക്കവാറും എനിക്ക് തോന്നുന്നു മുംബൈ ലീഗ് ഒഴിച്ച് ബാക്കി എല്ലാവരെക്കാളും നമ്മുടെ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം നമ്മളെക്കാളും മുന്നേ തുടങ്ങിയ ലീഗ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 2 വർഷം കൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. സാർ, ഇപ്പോൾ സീസൺ 3 വരുമ്പോൾ എന്താണ് ഫാൻസിന് വെച്ചിട്ടുള്ള ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ? നമ്മളെപ്പോഴും കുറച്ചുകൂടെ ഒരു ഫാൻസിൻ്റെ എക്സ്പീരിയൻസ് സ്റ്റേഡിയത്തിൽ ഒരു ഇൻട്രാക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ IPL-ലൊക്കെ കാണുന്ന പോലെ കുറച്ചൊരു ഫാൻ എക്സ്പീരിയൻസ് കൂട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മളൊരു പരീക്ഷണം പോലൊരു അതിനുള്ളിൽ തന്നെ ഒരു ഫാൻ പാർക്ക് പോലൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഫാൻസിന് അവർക്ക് ചില ഗെയിംസും ഒക്കെ വെച്ചിട്ടൊരു ഫാൻ വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. വെച്ചാൽ നമ്മളൊരു ഈ ഒരു ദിവസം 2 മത്സരങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ ആ ഒരു നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം, ഒരു പ്രായമുള്ള അമ്മൂമ്മമാർ കൊച്ചുമക്കളുമായിട്ട് ഇരുന്ന് മാച്ച് കാണുന്നത് നമ്മുടെ ഈ ഇത് കണ്ടാലറിയാം, മാച്ചസിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു ഫാമിലി ആയിട്ട് വരുന്നുണ്ട്, അല്ലാതെ ഇപ്പോൾ ഒരു യങ്സ്റ്റേഴ്സ് മാത്രമോ അല്ലെങ്കിൽ അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ആദ്യത്തെ മാച്ചിന് വന്നു കഴിഞ്ഞാൽ 2:30-ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മാച്ചിന് വന്നു കഴിഞ്ഞാൽ അവർ ഈ സെക്കൻഡ് മാച്ച് കഴിഞ്ഞ് പോകുന്നത് വരെ അവർക്കൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാവണം. അവർക്ക് ബോറടിക്കാതിരിക്കണം, ഈ മാച്ചിൻ്റെ ഇടയിലായാലും ഇടയ്ക്കുള്ള ബ്രേക്കിൻ്റെ ഒരു സമയത്തായാലും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സാർ, ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാൻ ലീഗ്, അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഫാൻ ലീഗ് ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞത് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ അതിന് വലിയ നമ്മുടെ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ റെസ്പോൺസ് ആയിരുന്നു. ശരിക്കും നമ്മൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മളൊരു 32 ടീംസാണ് എൻട്രി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. എന്നെ ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പണ്ട് കളിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് ടീമിലും അങ്ങനെയൊക്കെ സ്റ്റേറ്റ് ടീമിലൊക്കെ കളിച്ചവരൊക്കെ തന്നെ എൻട്രി കിട്ടുമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ എൻട്രി ഓൾറെഡി ഫിൽഡായി, അപ്പോൾ ഇനി അഡീഷണൽ ടീമിനെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രഷർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം അത് കുറേ അങ്ങോട്ട് ക്രിക്കറ്റ് ഒരു കളിക്കുന്ന ആൾക്കാരിലോട്ടോ അല്ലെങ്കിൽ ഒരു ഫാൻസിലോട്ടോ ഒക്കെ എത്തിയിട്ടുണ്ട്. ഒരു അമച്വർ ലെവലിൽ കളിക്കുന്നവരിൽ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മത്സരങ്ങളായിരുന്നു, ശരിക്കും കാണാനായിട്ടും ശരിക്കും ആൾക്കാരുണ്ടായിരുന്നു, നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് റിവ്യൂ ഒക്കെ വന്നിരിക്കുന്നത്. സർ, ക്രിക്കറ്റ് ലീഗ് KCL-ന്റെ അസോസിയേറ്റഡ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ലീഗ് ഈ ഫാൻ ലീഗ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ
ഈ നമ്മുടെ KCL സ്റ്റാർട്ട് ചെയ്യുന്നത് 20th അപ്പോൾ അതിന് മുന്നത്തെ വീക്കെൻഡിൽ ഈ KCL ഈ ഫാൻ ലീഗ് കഴിയും. 20th ഈ KCL സ്റ്റാർട്ട് ചെയ്യും. അത് 5th ഫൈനൽസാണ്. അപ്പോൾ അതാണ് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ ഇപ്പോൾ നാളെ 11th ഓപ്ഷനാണ്, പ്ലെയർ ഓപ്ഷനാണ്. അപ്പോൾ പ്ലെയർ ഓപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10-12 ഡേയ്സ് എങ്കിലും ഫ്രാഞ്ചൈസീസിന് അവരെടുത്തിട്ടുള്ള പ്ലെയേഴ്സിനെ നമ്മൾ അവൈലബിൾ ആക്കണം. ഇത് കാരണം വെച്ചാൽ ഇതിനിടയ്ക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പല കാറ്റഗറിയിലുള്ള സ്റ്റേറ്റ് ടീംസിൻ്റെ എല്ലാം ആക്ടിവിറ്റീസ് വേറെയുണ്ട്. ചില ടൂർണമെൻറ്റ്സ് അവർ കളിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റ് സ്റ്റേറ്റ് ടീമുകളുമായിട്ട് ഈ നമ്മുടെ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രാക്ടീസ് മാച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അണ്ടർ-19 ടീം പോണ്ടിച്ചേരിയിൽ ഒരു ടൂർണമെൻറ്റ് ഇന്ന് ഫൈനൽ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് ഇവർക്കൊരു 10-12 ഡേയ്സ് എങ്കിലും ഫ്രാഞ്ചൈസീസിന് അവർ ഈ എടുത്തിട്ടുള്ള പ്ലെയേഴ്സിനെ അവൈലബിൾ ആക്കുന്ന രീതിയിലാണ്. അവർക്ക് നമ്മൾ ടൈം ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഈ ലൈറ്റ്സിലല്ലാതെയും കളിക്കാനായിട്ടുള്ള സൗകര്യമെല്ലാം നമ്മൾ തന്നെ നമ്മുടെ കോസ്റ്റിൽ അതെല്ലാം ചെയ്തു കൊടുക്കും. ചിലപ്പോൾ August 20 തൊട്ട് മാച്ച് നടക്കുന്നതെല്ലാം ഗ്രീൻ ഫീൽഡിൽ തന്നെയാണ്. അതെ, എല്ലാ മാച്ചും ഗ്രീൻ ഫീൽഡിൽ തന്നെയാണ്. ഒരു പകലൊരു മാച്ചും ഈ ലൈറ്റ്സിലൊരു മാച്ചും. ഓക്കെ സാർ, ഇപ്പം നമ്മൾ പ്ലെയേഴ്സിൻ്റെ കാര്യം പറയുകയാണല്ലോ. ഇപ്പം സഞ്ജു സാംസൺ സെക്കൻഡ് സീസൺ ഇവിടെ കളിച്ചിരുന്നു. ഇനിയിപ്പം സച്ചിൻ ബേബി ഇത്തവണ കളിക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലെയേഴ്സിൻ്റെ കൂടെ യങ് ആയിട്ട് വരുന്ന പ്ലെയേഴ്സ് കളിക്കുമ്പോൾ അവർക്കത് എത്രത്തോളം കോൺഫിഡൻസ് ബൂസ്റ്റാണ്? അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഇപ്പോഴത്തെ ഒരു BCCIയുടെ മത്സരത്തിൻ്റെ ഒരു ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് നമ്മുടെ സീനിയർ പ്ലെയേഴ്സിന് ഒപ്പം ജൂനിയേഴ്സിന് കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. BCCIയുടെ ഒരു ഫിക്സേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി മാർച്ച് വരെ ഇത് പല കാറ്റഗറി ആയിട്ട് പോകും. ഈ രഞ്ജി ട്രോഫി, അതുപോലെ ഈ വിജയ് ഹസാരയിൽ നിന്ന് വൺ ഡേ മാച്ച് ഉണ്ട്, ഈ T20 നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, സെയ്ദ് മുസ്താഖ് അലി. അപ്പോൾ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നമ്മുടെ സീനിയർ പ്ലെയേഴ്സിന് പണ്ടത്തതുപോലെ ഈ ക്ലബ് മാച്ചസ് കളിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ അതിനുള്ളൊരു വലിയൊരു അവസരം ഇതാണ്. ഈ നമ്മുടെ KCL ആണ് ഈ എന്താണ് ഒരു ഇറസ്പെക്റ്റീവ് ഓഫ് ഡിസ്ട്രിക്ട്സ് ഈ സീനിയർ പ്ലെയേഴ്സുമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു അവസരം. അത് അവർക്ക് വലിയൊരു എക്സ്പീരിയൻസ് കൊടുക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൊച്ചി ടീം ശരിക്കും ആ സഞ്ജു ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു ഇൻസ്പിറേഷനാണ് അവർ. അങ്ങനെ അവർക്ക് ഓരോ സമയത്തും അത്ര ഒരു എന്താണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത പല കളിക്കാരും അവർ ഇതിനു മുന്നേ പെർഫോം ചെയ്തതിനേക്കാളും വളരെ വലിയൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടാണ് ഈ കൊച്ചി ടീം ജയിച്ചത്. അപ്പോൾ അത് ആ ഒരു ഇൻസ്പിറേഷനൊക്കെ തന്നെയാണ് കിട്ടുന്നത് ഇങ്ങനെ പലർക്കും. ഈ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഫസ്റ്റ് സീസണിലും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ ജൂനിയർ പ്ലേയേഴ്സ് പലരും ഇപ്പോൾ ആദ്യത്തെ വർഷം അഭിഷേക് ജയ് നായർ ഈ കൊല്ലം ടീമിലായിരുന്നു. ആദ്യത്തെ മാച്ചുകൾക്കൊന്നും അത്ര അത്ര ഒരു നല്ല ഒരു പെർഫോമൻസ് വരാതിരുന്നിട്ട് ഒരു ലേറ്റർ സ്റ്റേജിലൊക്കെ അത് നല്ലവണ്ണം അതൊക്കെ ഇപ്പോൾ സച്ചിൻ ബേബിയുടെയൊക്കെ മോട്ടിവേഷൻ ആയിരിക്കണം. അവർക്ക് ആ കളിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ അവരുടെ ഒരു റുട്ടീനൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതെന്നൊക്കെ അതൊക്കെ കണ്ടിട്ടായിരിക്കണം. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഇൻസ്പയറിങ് ആയിരിക്കും. സാർ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ യങ് പ്ലെയേഴ്സ് നിങ്ങളതിന് ചാൻസ് കൊടുക്കുമ്പോൾ അവർക്ക് ഇതൊരു സോഷ്യൽ മീഡിയ എക്സ്പോഷർ മാത്രമല്ല കിട്ടുന്നത്, അവർക്ക് ചെറിയൊരു ഏർണിങ്സും കൂടിയാണ് ഇതിൽ നിന്ന് പ്ലേയിൽ നിന്ന് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഓപ്ഷൻ വഴി അവർ മാച്ച് ടീം സെലക്ട് ചെയ്യുമ്പോൾ അവർക്കിതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ഫിക്സഡ് ഓപ്പർച്യൂണിറ്റി, അതായത് പെർമനൻറ്റ് ജോബായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടും അവർക്ക് തെറ്റില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ അല്ലേ? അതെ, അത് ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ശരിക്കും മറ്റുള്ള ഗെയിമുകളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ തന്നെ ക്രിക്കറ്റിനെ അങ്ങനെ ഒരു കരിയറായിട്ട് തന്നെ എടുക്കുന്ന ആൾക്കാരുണ്ട്. പലപ്പോഴും പണ്ടൊക്കെ നമ്മുടെ ഈ ഇപ്പോൾ ബാങ്കുകളിലും അങ്ങനെയൊക്കെ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ ഏറ്റവും നല്ല കളിക്കാർക്കാണ് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ AG's ഓഫീസ് അങ്ങനെ അവിടെ എല്ലാം ഇത് എടുക്കുന്നുണ്ട്. ഈ സ്പോർട്സ് കോട്ട ക്രിക്കറ്റിനൊക്കെ ആൾക്കാരെ എടുക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട കളിക്കാരൊന്നും ഈ റിക്രൂട്ട്മെൻറ്റിന് പോകാതെ അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ട് ട്രൈ ചെയ്യാതെ അവർ ഈ ക്രിക്കറ്റിനെ തന്നെ ഒരു കരിയറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് അതിനുള്ള ഏണിങ്സ് കിട്ടുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മളൊരു സേഫായിട്ടുള്ളൊരു ജോബ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ക്രിക്കറ്റിംഗ് ആ ഒരു സ്റ്റാൻഡേർഡ് താഴുമോ അല്ലെങ്കിൽ അവരൊന്ന് റിലാക്സ് ആവുമോ എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ്. അപ്പോൾ പല പ്ലെയേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുമ്പോൾ പറയുമോ, അല്ല സർ ഞാൻ ഇപ്പോൾ ക്രിക്കറ്റുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്ന് പറയുന്നത്. അവർക്കപ്പോൾ ഈ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര ബൂസ്റ്റാണ്. അതെ, ഇപ്പോൾ BCCIയുടെ മത്സരങ്ങൾ നടക്കുമ്പോൾ ഈ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള നല്ല പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ അത് കൂടാതെ ഒരു അഡീഷണൽ ഇൻകമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കേരള ടീമിൽ കളിക്കണം എന്നില്ല ഒരു പ്ലെയറിന്
ഒരു സ്റ്റേറ്റ് ടീമിൽ കളിക്കാതെ തന്നെ ഒരു ഇൻകം കിട്ടാനായിട്ടുള്ളൊരു മാർഗമാണ്. അപ്പോൾ അവർക്കൊരു ഇങ്ങനെയുള്ളൊരു ലീഗ് വരുമ്പോൾ ഒരു ഇൻകം കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, അവർക്കൊരു ഹയർ ലെവലിൽ കളിക്കാനായിട്ടുള്ളൊരു ഒരു ഓപ്പണിങ്ങും കൂടെ കിട്ടുകയാണ്. സാധാരണ നമ്മുടെ ഈ സെലക്ഷൻ വരുന്നത് ഈ ഏജ് ഗ്രൂപ്പ് ക്രിക്കറ്റാണ്. ഇപ്പോൾ 19 വയസ്സിന് താഴെ, 21 വയസ്സിന് താഴെ, പിന്നെ സീനിയർ ടീം അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു ലീഗൊക്കെ വരുമ്പോൾ നേരെ ഒരു 19 വയസ്സിന് താഴെയുള്ള ഒരാളിന് തന്നെ വേണമെങ്കിൽ സ്ട്രെയിറ്റ് അവേ സീനിയർ ടീമിൽ പോയി കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. സർ, ഇപ്പോൾ കിഡ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ യങ് കിഡ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് ഇതുപോലെ എക്സ്ട്രാ കോച്ചിങ് ഒക്കെ കൊടുക്കാനും കാര്യങ്ങളിൽ KCA എത്രത്തോളം ഇൻവോൾവ് ആണ്? KCA അത് അങ്ങനെ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഈ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ KCA നമ്മുടെ ഒരു അക്കാഡമി ഉണ്ട്. അവിടെ നമ്മൾ ഈ കുട്ടികളെ, സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നിർത്തി അവരുടെ എഡ്യൂക്കേഷൻ തൊട്ട് അവരുടെ അക്കോമഡേഷൻ എല്ലാം നമ്മുടെ എക്സ്പെൻസ് ചെയ്യുന്ന അത് ബോയ്സിൻ്റെ അക്കാഡമി തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ നമ്മുടെ സ്റ്റേഡിയത്തിലാണ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ തന്നെ സ്കൂളിൽ, അതിനടുത്തുള്ള സ്കൂളിൽ പഠിച്ചിട്ടാണ്. അതുപോലെ ജൂനിയർ പെൺകുട്ടികളുടെ അക്കാഡമി കോട്ടയത്തുണ്ട്. കോട്ടയം മാന്നാനത്താണ്. അവർ സെൻറ്റ് എഫ്രൈംസ് സ്കൂളിൽ അവിടെയാണ് പഠിക്കുന്നത്. അവിടെ ഹോസ്റ്റലിലാണ് അവർ നിൽക്കുന്നത്. അതുകൂടാതെ നമ്മുടെ വിമന് ഒരു സീനിയർ അക്കാഡമി ഉണ്ട്. അത് 10th സ്റ്റാൻഡേർഡിന് മുകളിലോട്ടുള്ള കുട്ടികളാണ്. അത് വയനാട് നമ്മുടെ സ്റ്റേഡിയമുണ്ട്, കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ. അതിനടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നതും അതിനടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്കൊരു ഈ സ്കൂളിലെ ടൈം ടേബിൾ പോലെ തന്നെ നമ്മുടെ കോച്ചസും ട്രെയിനേഴ്സും എല്ലാം കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അത് വെച്ചിട്ട് ഫോളോ ചെയ്താണ് ഇത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിമൻ ക്രിക്കറ്റിൽ നമ്മുടെ അക്കാഡമിയിലുള്ള കുട്ടികളാണ് കൂടുതൽ സ്റ്റേറ്റ് ടീമിൽ വരികയും ഈ മിന്നു മണി, സജന, ഇങ്ങനെ ഇവരെല്ലാവരും ഇന്ത്യൻ ടീമിലൊക്കെ വന്നത് തന്നെ ഇവരെല്ലാം നമ്മുടെ അക്കാഡമിയിലൂടെ വന്ന ആൾക്കാരാണ്. വിമൻസ് ലീഗ് ഡേറ്റ് ഒക്കെ എക്സ്പെക്ടേഷൻസ് ഒക്കെ എപ്പോഴാണ്? വിമൻ ലീഗ് നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തിരുന്നത് ഈ വർഷം വിമൻ ലീഗും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത് രണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാനായിട്ടായിരുന്നു. ഒരു 2 വെന്യൂലായിട്ടോ അല്ലെങ്കിൽ ഒറ്റ വെന്യൂവിൽ തന്നെ മത്സരങ്ങളെ എണ്ണം കൂടുമായിരുന്നു. പക്ഷെ നമുക്ക് ഈ വർഷം ഇത് പറ്റിയത്, നമുക്ക് ഈ സ്റ്റാർ TVയുടെ ആ ബ്രോഡ്കാസ്റ്റിംഗ് ആ ഒരു ഡേറ്റ്സിൻ്റെ ഒരു പ്രശ്നം വന്നു. ഈ ഒരു എക്സ്റ്റൻഡഡ് ഡേയ്സ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ഒരു വിമൻ ലീഗിന് നമ്മളൊരു 4 ടീമിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളല്ലാതെ ഒരു ടെലികാസ്റ്റ് ഒക്കെ വെച്ചിട്ട് യൂട്യൂബ് ലൈവുകളൊക്കെ ചെയ്ത് ഈ വർഷം ചെയ്തു പോവുക. അടുത്ത വർഷം കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പം കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3യുടെ എക്സ്പെക്ടേഷൻസ് എന്താണ് സാറിന് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്തിട്ട്? അല്ല, അത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തിന് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിനെക്കാളും വളരെ എല്ലാ രീതിയിലും ഈ ക്രിക്കറ്റ് ഫാൻസിന് ഇടയിലോട്ട് ഈ ഒരു മെസ്സേജ് എത്തുന്നതും, അല്ലെങ്കിൽ നമ്മുടെ കളിക്കാർ കുറെ കൂടെ എല്ലാവർക്കും ഫെമിലിയറായി. അല്ലായെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ശ്രീശാന്തിനെയോ അല്ലെങ്കിൽ സഞ്ജുവിനെയോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ക്രിക്കറ്റിനെ അധികം ഫോളോ ചെയ്യാത്തവർക്ക് അറിയാൻ പറ്റിയിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സൽമാൻ നിസാറിനെ പോലെയോ മുഹമ്മദ് അസറുദ്ദീൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരുകളും കൂടെ നമുക്ക് ആൾക്കാർക്ക് ഫെമിലിയറായി. നമ്മുടെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ ഈ സൽമാനൊക്കെ കാണുമ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഇന്നയാളാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇതെത്തി. അപ്പോൾ അത് കൂടുതൽ കളിക്കാരെ അങ്ങനെ ഒരു റെക്കഗ്നൈസബിൾ ആക്കുക, അതെ അങ്ങനെ ആക്കുക എന്നുള്ളതും അത് പിന്നെ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 2 വർഷത്തിനേക്കാളും ഇനിയും കൂടുതൽ ആൾക്കാർ ഇത് ക്രിക്കറ്റ് കാണുക എന്നുള്ളതും, അതുപോലെ സ്റ്റേഡിയത്തിൽ വന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളപ്പോൾ കൂടുതൽ ആൾക്കാർ സ്റ്റേഡിയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. എപ്പോഴും ഈ ഇങ്ങനത്തെ ഇപ്പോൾ IPL പോലെ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ലീഗ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ TV കാണുമ്പോൾ നല്ലതായിരിക്കും, പക്ഷേ ആ സ്റ്റേഡിയത്തിൽ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് ആൾക്കാരിലോട്ട് ആ ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഗ്രൗണ്ടിൽ വന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, അതിനോട് പിന്നെ ആ ഗ്രൗണ്ടിൽ മത്സരം നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള നമ്മൾ ചെയ്തിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസ് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സാർ, അപ്പം KCL സീസൺ 3 കഴിഞ്ഞ തവണത്തെക്കാളും നല്ലൊരു സക്സസ് ആവട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സാർ. ഇപ്പോൾ ഇത്രയും ടൈം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സാർ.